സോളോ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞു കേൾക്കാൻ ഭയങ്കര രസമാണ്. എത്ര പേരത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്? ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്നാൽ നമുക്കൊന്ന് പോവാം. അപ്പോൾ ഞാനിന്ന് കാണാൻ വന്നിരിക്കുന്നത് ബാലൻ ആണ്. ഞാൻ കൂടുതൽ റിവ്യൂസോ ഇൻ്റർവ്യൂസോ ഒന്നും കാണാതെ ഞാൻ ആദ്യമായിട്ടൊരു സിനിമ കാണാൻ വന്നതാണ്. ഇതിനു മുമ്പ് ഒരുപാട് ഇൻ്റർവ്യൂ കണ്ടിട്ട് ഞാനൊരു സിനിമ കാണാൻ വന്നിരുന്നു. അട്ടർ ഫ്ലോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കരിയറിൽ ഞാൻ കണ്ട ഏറ്റവും മോശം സിനിമയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് മാറ്റാൻ വേണ്ടി നല്ലൊരു സിനിമ കാണാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് ഞാൻ. ആൻഡ് സർപ്രൈസിംഗ്ലി അടിപൊളി പടമായിരുന്നു. താങ്ക്സ് ടു ചിദംബരം ആൻഡ് ടീം. ബ്യൂട്ടിഫുൾ മൂവി. അപ്പോൾ ആ സിനിമ കണ്ടിറങ്ങിയ ഒരു സന്തോഷത്തിൽ ഞാൻ എന്നെ കുറച്ചൊന്ന് ട്രീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് കുറേ ദിവസമായിട്ട് വീടിൻ്റെ അകത്ത് തന്നെ അടച്ചു പൂട്ടിയിരിക്കുകയാണ് ഞാൻ. പ്രത്യേകിച്ച് വേറെ ആക്ടിവിറ്റീസ് ലൈക്ക് നമ്മുടെ സെഷൻസ് എടുക്കും, വെബിനാർസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ടൈം ഓൺലൈൻ എന്നുള്ളൊരു ജീവിതത്തിൽ നിന്നും ഒരു ഓഫ്ലൈൻ ഡേ എനിക്ക് വേണമായിരുന്നു ഫോർ മൈസെൽഫ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ആൻഡ് ഈ ഒരു കഫേയിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എസ്ക്വയർ കഫേ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ തൃപ്പൂണിത്തറ മരട് ഭാഗത്തായിട്ടുള്ളൊരു കഫേയാണിത്. അധികം സ്പേസ് ഒന്നുമില്ല, പക്ഷേ ആളുകൾ അവിടെ വന്നിരിക്കുന്നുണ്ട് വർക്ക് ചെയ്യാനായിട്ടും മീറ്റിങ്സിനും ഒക്കെ ആയിട്ട്. പക്ഷേ ചെറിയൊരു സ്പേസ് നന്നായി ചെയ്തു വെച്ചിട്ടുണ്ട് അവർ. ബട്ട് ഇറ്റ്സ് എ ബിറ്റ് എക്സ്പെൻസീവ്. അപ്പോൾ ആ ഒരു കേട് തീർക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ, നമ്മുടെ തൃപ്പൂണിത്തറക്കാർക്ക് വളരെ സുപരിചിതമായിരിക്കും ഈ ഒരു സ്ഥലം. പണ്ട് ഇവിടെ ഫുള്ള് കാടായിരുന്നു. ഇപ്പോൾ അതൊക്കെ വെട്ടിത്തെളിച്ച് അവിടെ ഒരു കിടുക്കാച്ചി സ്പേസ് വന്നിട്ടുണ്ട്. വെള്ളം അത്ര രസമില്ലെങ്കിലും അവിടെ ഇരുന്നിട്ടുള്ള ഒരു വ്യൂ ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് അവിടെ ഇരുന്നൊരു സൺസെറ്റൊക്കെ കാണണം, ഒരു സ്ലോ ഡൗൺ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് തന്നെ ഞാൻ പോയതാണ്. നമ്മുടെ ഇരുമ്പ് പാലമാണത്. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് റീൽസിലൊക്കെ ഒന്ന് ട്രെൻഡിങ് ആവുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയൊക്കെ ഫോൺ വിളിച്ചു. ആൻഡ് ദെൻ കുറച്ച് നേരം ഞാൻ അവിടെ ഒറ്റയ്ക്കിരുന്നു. കുറച്ചൊരു സെൽഫ് റിഫ്ലക്ഷനും ഒരു ചെറിയൊരു ചായയും കൂടെ കുടിച്ചു. ഞാൻ എന്തായാലും അവിടെ ഇരിക്കുകയല്ലേ. പിന്നെ ഇത് നമ്മുടെ തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശൻ്റെ അമ്പലമാണ് കേട്ടോ. അപ്പോൾ അതിനോട് ചേർന്നിട്ടാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. ഞാൻ ഇതിൻ്റെ ചുറ്റും വെറുതെ ഒന്ന് നടന്നു. വൈ? ഞാൻ എൻ്റെ ഒരു നൊക്ലാച്ചയെ പെറുക്കിയെടുത്തതാണ്. ഞാൻ പഠിച്ചത് തൃപ്പൂണിത്തറ ചെന്മയ വിദ്യാലയ സ്കൂളിലാണ്. ആ സ്കൂൾ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ഈ വഴികൾ എനിക്ക് ഭയങ്കര സുപരിചിതമാണ്. ഞാൻ ഒരുപാട് എൻ്റെ ആദ്യ കാമുകൻ്റെ കൈയും പിടിച്ച് നടന്നിട്ടുള്ള വഴികളാണിത്. അപ്പോൾ ആ നൊസ്റ്റാൾജിയൊക്കെ പെറുക്കിയെടുത്തുകൊണ്ട് ഞാൻ ഇതിലേ നടന്ന് എൻ്റെ ഇന്നത്തെ ഒരു ഡേ അവസാനം.